ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു മറുപടി. ഡൽഹിയിൽ CPIM PB യോഗത്തിനെത്തിയതാണ് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, നേരിട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു പ്രതികരണത്തിന് ഇതുവരെയും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തയ്യാറായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് അപ്പുറത്തേക്ക് അതിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടുമില്ല. എങ്കിൽ പോലും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി വരെ പറഞ്ഞ കാര്യത്തിൽ ഏതായാലും പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വരില്ലേ? ഗോകുല്, തീർച്ചയായും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നാളെയാണ് CPMന്റെ ഒരു ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹി AKG ഭവനിൽ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം, പ്രാഥമികമായ അവലോകനം ഈ യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യും. പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അവലോകനം എന്നിവയാണ് പ്രധാന അജണ്ടയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMനേറ്റ കനത്ത തിരിച്ചടി സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഡൽഹിയിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകിയത് ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ഡൽഹിയിൽ നല്ല ചൂടാണല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. അതിനിടെ 19 സീറ്റിലും തോൽവി ഏറ്റതിന് കാരണമായത് ഭരണവിരുദ്ധ വികാരമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നേയുള്ളൂ ഇവിടെ എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കേരള ഹൗസിലെ കൊച്ചിൻ പാലസിലേക്ക് നടന്നു പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നാളെ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അവലോകനം ഉണ്ടാകും. വിശദമായ അവലോകനം എന്നുള്ളത് പിന്നെ അടുത്ത ഘട്ടത്തിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം CPIയുടെ 3 ദിവസത്തെ ദേശീയ നേതൃയോഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുകയും കേരളത്തിലേത് ഭരണവിരുദ്ധ വികാരമാണോ ഈ പരാജയത്തിന് പിന്നിൽ എന്നത് അടക്കം പരിശോധിക്കണം എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഗോകുൽ, ശരി ബൽറാം, ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി സംബന്ധിച്ച ചോദ്യങ്ങളെ അവഗണിക്കുവാനാണ് പരിഹാസത്തിലൂടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ വിമർശനങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിക്കുകയുമാണ്.